ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട തന്നെയാണ് ഈ ഇലക്ഷൻ. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ബി.ജെ.പി. ശക്തി പ്രാപിക്കുന്നു. ഇപ്പം ഭരണം കയ്യിലില്ല. മലപ്പുറത്ത് സാധാരണഗതിയിൽ ലീഗ് വിജയിക്കും എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. സാധാരണഗതിയിൽ ലീഗ് ജയിക്കേണ്ട ലീഗിന്റെ ഒരു ഉറച്ച കോട്ട എന്ന് പറയാവുന്ന മഞ്ചേരി പോലെയല്ല, ലീഗിന്റെ ഉറച്ച കോട്ട എന്ന് പറയാവുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ അവിടെ പ്രശ്നങ്ങളില്ലാതെ പോവുകയും ഏറ്റവും നല്ല ഒരു സഹതാപ തരംഗത്തിന്റെ ഇമ്പാക്ട് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ലീഗ് അവിടെ ജയിക്കുകയും ചെയ്യാന്നുള്ളത് ലീഗിന്റെ പ്രധാനപ്പെട്ട ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റെടുത്ത് അത് ചെയ്യുക. പാവങ്ങളോട് അക്ഷരങ്ങളോടൊക്കെ അദ്ദേഹത്തിന്റെ താല്പര്യം. ഞാൻ അദ്ദേഹത്തോടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൾ നിർത്തിക്കൊണ്ട് തന്നെ ആണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. നമ്മൾ സത്യം കണ്ടില്ല എന്ന് അടിച്ചൊരു കാര്യമല്ല. കാരണം ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ള മലപ്പുറത്തുള്ള ഒരാളെന്ന രീതിയിൽ എനിക്ക് ഈ വസ്തുത അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഗുണം ലീഗിൽ ഒരു പുതിയ ലീഡർഷിപ്പ് ഉണ്ടാവും. കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഏറ്റവും നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ഏറ്റവും ഓർഗാനിക് ഇന്റലക്ച്വൽസ് എന്ന് പറയാവുന്ന ചെറുപ്പക്കാരുള്ള പാർട്ടിയാണ് യൂത്ത് ലീഗ്. ഫിറോസ് ആണെങ്കിലും അതുപോലെ ആരിഫ് അലി ആണെങ്കിലും അഷ്റഫ് അലി ആണെങ്കിലും എല്ലാം തന്നെ പുതിയ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന് നല്ല മുസ്ലിം ലീഗിന്റേതായ വഴിയിൽ നല്ല മാർഗം കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ള നല്ല വിവേകശാലികളായ ചെറുപ്പക്കാരാണ്. അപ്പുറത്താണെങ്കിൽ മുനവർ അലി തങ്ങളെ പോലെയുള്ള തങ്ങൾ കുടുംബത്തിന്റെ ആത്മീയാചാര്യനും യൂത്ത് ലീഗിലൂടെ തന്നെ സജീവമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഷിയ തങ്ങളുടെ കഥയെ പാരമ്പര്യം തന്നെ പിന്തുണ. ഇപ്പം മുസ്ലിം ലീഗ് സത്യത്തിൽ ഇന്ത്യൻ മുസ്ലിംസ് കൃത്യമായി ആ ഒരു മതചട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പറ്റി ചിന്തിക്കാത്ത ഇന്ത്യൻ മുസ്ലിങ്ങൾ വളരെ കൃത്യമായിട്ട് എടുക്കേണ്ട ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സ്റ്റാൻഡ് എടുക്കുന്ന പാർട്ടി. ഇപ്പം ജർമ്മനിയിലേക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളെ പോലെ ഒരു സെൻട്രിസ്റ്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് വിംഗ് മതപരമായ പാർട്ടി എന്ന രീതിയിൽ ഉള്ള ഒരു സാന്നിധ്യമുള്ള പാർട്ടി. അതൊരു നെഗറ്റീവ് അല്ല, വളരെ പോസിറ്റീവാണ്. ഇപ്പൊ NDF പോലെയുള്ള പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വിധ്വംസക ശക്തികളുടെ കയ്യിലേക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹം പോകാതിരിക്കുന്ന ലീഗ് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ലീഗിന്റെ ആദ്യകാല ലീഡർഷിപ്പ് കുറച്ച് കച്ചവടക്കാരും കുറച്ച് CH പോലെയുള്ള ഡിഗ്രിയൊക്കെയുള്ള കുറച്ച് ആളുകൾ ഉൾപ്പെടെ മുസ്ലിം സെക്കുലർ ആയിട്ടുള്ള മുസ്ലിം ജനസാമാന്യമായിരുന്നു. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡും അതേസമയം കുറച്ച് ടെക്നോക്രാറ്റിക് ലൈനിലുള്ള നേതാക്കന്മാർ വന്നത്. ഇപ്പോൾ ഉള്ളത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികളുള്ള ഒരു സമുദായം മുസ്ലിം സമുദായമാണ്. അത് കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് വലിയൊരു വിദ്യാഭ്യാസ വിപ്ലവമുണ്ട്. അതിൽ നല്ലൊരു പങ്ക് ലീഗിലുണ്ട്. ഇപ്പം സംസ്ഥയിലൊക്കെ പഠിച്ചു പോയിട്ട് പല കുട്ടികളും വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ നല്ല ഉയർന്ന വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരികയാണ്. അവർ പലരും ലീഗിന്റെ സപ്പോർട്ടേഴ്സ്